ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ എടുക്കാൻ പോകുന്നത് ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റിലെ 17ാമത്തെ ചാപ്റ്ററാണ്, ടീം ബിൽഡിങ്. അതായത് നമുക്ക് എന്താണ് ഒരു ടീം നോക്കാം. ഒരു ടീം എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് പീപ്പിളാണ്. ഒരു കോമൺ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, ഒരു കൂട്ടം ആൾക്കാരെയാണ് നമ്മളൊരു ടീം എന്ന് പറയുന്നത്. ഇതിന് തന്നെ ടീമും ഗ്രൂപ്പും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അവിടെ അക്കൗണ്ടബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ആയിരിക്കും. ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ അക്കൗണ്ടബിലിറ്റി ആയിരിക്കും. പക്ഷേ എന്നാൽ ഒരു ടീം ആകുമ്പോൾ അവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അതായത് ഒരു ടീമിൻ്റെ കേസിൽ ഒരു ടീമിന് ഫെയിലായി കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഒരു ടീം ഫെയിലായി കഴിഞ്ഞാലും ഓരോ ഇൻഡിവിജ്വലിനും അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. എന്നാൽ ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ എന്താണ്, അവിടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്കൊരു ക്രിക്കറ്റ് ടീമിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്രിക്കറ്റ് കളിക്കുകയാണ്. അപ്പം ഞാൻ ബാറ്റ് ചെയ്യുന്ന ആളാണ്, ഞാൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു. പക്ഷേ ടീം മൊത്തത്തിൽ പരാജയപ്പെട്ടാലും എൻ്റെ ടീം പരാജയപ്പെട്ടു, ഞാൻ പരാജയപ്പെട്ടു എന്നേ പറയുള്ളൂ. അതായത് അവിടെ മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഒരു ടീം ആകുമ്പോൾ മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഇനി ലീഡർഷിപ്പിൻ്റെ കേസ് നോക്കാം. ലീഡർഷിപ്പ് പറയുമ്പോൾ ഗ്രൂപ്പ് ആകുമ്പോൾ നോർമലി ഒരു സ്ട്രോങ് ഫോക്കസ്ഡ് ലീഡർ അവിടെ ഉണ്ടാവും. എന്നാൽ ഒരു ടീമാകുമ്പോൾ ഷെയർഡ് ഓർ റൊട്ടേറ്റഡ് ലീഡർഷിപ്പ് റോളാണ്. അതായത് ഒരു ടീമിൽ ലീഡർഷിപ്പ് പറഞ്ഞാൽ അത് ഷെയർഡ് റോളാണ്. എല്ലാവർക്കും ആ ടീമിൻ്റെ ലീഡർഷിപ്പിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്നൊരു ഗ്രൂപ്പ് ആകുമ്പോൾ ഒരു കോമൺ ലീഡർ ആ ഗ്രൂപ്പിന് എപ്പോഴും അസൈൻ ചെയ്തതായിട്ടുണ്ടാവും. ഇനി പർപ്പസ്, ഒരു ഗ്രൂപ്പിൻ്റെ പർപ്പസ് പറയുമ്പോൾ എന്താണോ ഒരു ഓർഗനൈസേഷൻ്റെ പർപ്പസ് അത് തന്നെ ആയിരിക്കും ഒരു ഗ്രൂപ്പിൻ്റെ പർപ്പസ്. എന്നാൽ ടീമിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു സ്പെഷ്യൽ പർപ്പസ് ആയിരിക്കും. ഓർഗനൈസേഷൻ പർപ്പസ് അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ഓർഗനൈസേഷൻ പർപ്പസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പർപ്പസ് അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതും ഒരു ടീമിൻ്റെ പർപ്പസ് ആയിരിക്കും. ഇനി വർക്ക് പ്രൊഡക്റ്റ്, ഒരു ഗ്രൂപ്പിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ സം ഓഫ് ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ്, അതായത് ഓരോ ഇൻഡിവിജ്വലും കോൺട്രിബ്യൂട്ട് ചെയ്തതിൻ്റെ ടോട്ടലായിരിക്കും ഒരു ഗ്രൂപ്പിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ടീമിൻ്റെ കേസിൽ അവിടെ കളക്റ്റീവ് ആയിരിക്കും, സിനർജറ്റിക് വർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ സിനർജി എന്ന് പറയുന്നുണ്ട്, 1+1 നോർമലി 2 ആണ്. പക്ഷേ ഒരു സിനർജിൻ്റെ കേസിൽ പറയുന്ന സമയത്ത് 1+1 എന്നുള്ളത് 3 ആണ്. അതായത് 2 ആൾക്കാർ, 2 വ്യത്യസ്തമായിട്ടുള്ള സ്കില്ലുള്ള ആൾക്കാർ ഒരു ടീമായിട്ട് അത്രയും കോർഡിനേറ്റ് ചെയ്ത് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ 3 ആൾ വർക്ക് ചെയ്യുന്ന റിസൾട്ട് അവർ ജനറേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടെ ഒരു സിനർജറ്റിക് വർക്ക് പ്രൊഡക്റ്റ് ഉണ്ടാവും ടീമിൻ്റെ കേസിൽ. എന്നാൽ ഗ്രൂപ്പിൻ്റെ കേസിൽ ഓരോ ഇൻഡിവിജ്വൽ എന്താണോ വർക്ക് ചെയ്തത് അതിൻ്റെ സം ആയിരിക്കും ടോട്ടൽ ഗ്രൂപ്പിൻ്റെ റിസൾട്ട്. നമുക്ക് ടീമിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ ടീം ഈസ് എ സോഷ്യൽ എൻറ്റിറ്റി ഓഫ് 2 or more പീപ്പിൾ ഹു ഇൻട്രാക്ട്, ഇൻഫ്ലുവൻസ് ഈച്ച് അതേഴ്സ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, അവർ മറ്റാളുകളായിട്ട് ആ സെയിം ഗ്രൂപ്പിലുള്ള ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യും, അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ആർ മ്യൂച്വൽ അക്കൗണ്ടബിൾ ഫോർ കോമൺ ഒബ്ജക്റ്റീവ്സ്. അതായത് മ്യൂച്വലി അക്കൗണ്ടബിൾ ആണ്. ഇപ്പോൾ ഒരു ടീമിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി, നമ്മൾ ക്രിക്കറ്റിൻ്റെ കേസിൽ പറഞ്ഞു, എൻ്റെ റെസ്പോൺസിബിലിറ്റി ബാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നന്നായിട്ട് ബാറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതും കൂടെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാണ് നമ്മൾ മ്യൂച്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ കോമൺ ഒബ്ജക്റ്റീവ്സ്, ടീമിലുള്ള എല്ലാവർക്കും ഒരു കോമൺ ഒബ്ജക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ടീം ജയിക്കുക എന്നുള്ള ഒറ്റ കോമൺ ഒബ്ജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതിനാണ് ഒരു ടീം എന്ന് പറയുന്നത്. സോഷ്യൽ എൻറ്റിറ്റിയാണ്, 2 അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരേപോലെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരേ കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി ഓരോരുത്തരും വർക്ക് ചെയ്യും. അതിനാണ് ഒരു ടീം എന്ന് പറയാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ടീം നോക്കാം. ടീമിൽ തന്നെ ഫോർമൽ ടീംസ് ഉണ്ട്, ഇൻഫോർമൽ ടീംസ് ഉണ്ട്. ഫോർമൽ ടീംസ് എന്ന് പറഞ്ഞ ഒരു ബിസിനസിൻ്റെ കേസിൽ മാനേജ്മെൻറ്റ് ഒരു സ്പെഷ്യൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടീമാണ് ഫോർമൽ ടീംസ്. കമാൻഡ് ടീംസ്, കമ്മിറ്റീസ്, ക്വാളിറ്റി സർക്കിൾ, ഇതൊക്കെ എന്താണ് ഫോർമൽ ടീംസിന് എക്സാമ്പിളാണ്. അവരെന്താണ്, ഒരു കോമൺ ബിസിനസ് ഒബ്ജക്റ്റീവ്, അവിടെ ബിസിനസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമൽ ആകുമ്പോൾ ഒരു ഫോർമൽ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടീമുകളാണ് ഫോർമൽ ടീംസ്. എന്നാൽ ഇൻഫോർമൽ ടീംസ് എന്ന് പറയുമ്പോൾ അത് ഇൻഫോർമലാണ്, സോഷ്യൽ സിറ്റുവേഷൻസിന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന എമർജ് ചെയ്ത് വരുന്നതാണ് ഇൻഫോർമൽ ടീംസ്. അതായത് ഒരു സ്ട്രക്ചേർഡ് മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിലൊന്നും ആയിരിക്കും ഇൻഫോർമൽ ടീംസ്. അവരെ സോഷ്യൽ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടീമായിരിക്കും ഇൻഫോർമൽ ടീംസ്. അപ്പോൾ ഫോർമൽ ടീംസിന് നമ്മുടെ എക്സാമ്പിൾ ആണ്, ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാനേജ്മെൻറ്റ് ഒരു മാർക്കറ്റിംഗ് എന്നുള്ള ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ടീമിലെ ആളുകൾക്കും കറക്റ്റ് റെസ്പോൺസിബിലിറ്റി എല്ലാം ഉണ്ടാവും ആ ടീമിൽ. അവർ
മ്യൂച്വലി ഇൻട്രാക്ട് ചെയ്ത് വർക്ക് ചെയ്യും. അതാണ് ഒരു ഫോമൽ ടീംസ്. എന്നാൽ ഒരു ഇൻഫോർമൽ ടീംസ് അവർ വീക്കെൻഡ്, ഇപ്പോൾ സൺഡേ അവർക്ക് ഒഴിവാണ്, അപ്പോൾ സൺഡേ കളിക്കാൻ വേണ്ടിയിട്ട് അവർ വേറൊരു ടീം ഫോം ചെയ്യാണ്. ഒരു ക്രിക്കറ്റ് ഫുട്ബോൾ എന്തെങ്കിലും കളിക്കാൻ വേണ്ടിയിട്ട് വേറെ ടീം ഫോം ചെയ്തിട്ട് അവർ സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഫോർമൽ ടീം അവർ ഫോം ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് ഇൻഫോർമൽ ടീം എന്ന് പറയാം. ഇനി ഒരു ടീം ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റേജസ് നോക്കാം. ഒരു ടീം ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഒരു 5 സ്റ്റെപ്സ് ആണ് നോർമലി ടീം ഡെവലപ്മെന്റിലുള്ളത്. അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഫോമിങ്. ഫോമിങ് എന്ന് പറഞ്ഞാൽ ടീം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓറിയന്റേഷൻ, അതായത് ഒരു ടീമിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ടീമിന് ഓറിയന്റേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടെസ്റ്റിങ്ങും, ആ ടീം ഏത് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഗ്രൗണ്ട് റൂളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ ഇടയിൽ ടെസ്റ്റ് ചെയ്യുക. അതിനെയാണ് ഫോമിംഗ് എന്ന് പറയാം. പിന്നെ അടുത്തത് സ്റ്റോമിങ്. സ്റ്റോമിങ് എന്ന് പറയുമ്പോൾ ഈ ആളുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അവർ തമ്മിലുള്ളൊരു ഇന്റേണൽ കോമ്പറ്റീഷനും, സ്റ്റാറ്റസിന് വേണ്ടിയിട്ടുള്ള ഇന്റേണൽ കോമ്പറ്റീഷനും, ലീഡർഷിപ്പിനും സ്റ്റാറ്റസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇന്റേണൽ കോമ്പറ്റീഷൻ വരും. ആ ഒരു സ്റ്റേജിനെയാണ് സ്റ്റോമിങ് സ്റ്റേജ് എന്ന് പറയാം. പിന്നെ നോമിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഈ 2 സ്റ്റേജും കഴിഞ്ഞു. ഗ്രൂപ്പ് നമ്മൾ ഇനീഷ്യലി ഫോം ചെയ്തു, അവർ തമ്മിൽ ഇന്റേണൽ ഡിസ്കഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താണ് പിന്നെ അവിടെ ഒരു ഡെവലപ്പായ ഒരു ഗ്രൂപ്പ് കൊഹിഷന്, നോംസ്, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു വരും. ഈ ഡിസ്കഷൻ ഇങ്ങനെ കംപ്ലീറ്റ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ ഗ്രൂപ്പിൻ്റെ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കോമൺ ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു കെമിസ്ട്രി, ഈ ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്ത് വരും. അതിനാണ് നോമിങ് സ്റ്റേജ് എന്ന് പറയാം. പിന്നെ പെർഫോമിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ടീം പെർഫോം ചെയ്യുന്ന സ്റ്റേജാണ് പെർഫോമിംഗ് സ്റ്റേജ്. അതായത് ആ ഒരു സ്റ്റേജിലായിരിക്കും എന്തിനാണോ ആ ടീം ഫോം ചെയ്തത് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുക പെർഫോമിംഗ് സ്റ്റേജിലായിരിക്കും. പിന്നെ അഡ്ജറിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ടീമാണെങ്കിൽ ആ പർപ്പസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീം എന്ത് ചെയ്യും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിനെ ഡിസ്ബാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ടീമിനെ പിരിച്ചുവിടും. ആ ഒരു സ്റ്റേജാണ് അഡ്ജറിങ് സ്റ്റേജ്. ഇതാണ് ഒരു ടീം ഫോർമേഷൻ്റെ 5 സ്റ്റേജസ് വരുന്നത്. ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ്, അഡ്ജറിങ്. ഈ ഒരു 5 സ്റ്റേജസ് ആണ് ഒരു ടീം ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്നത്. ഇനി ടീം ബിൽഡിങ്ങിൻ്റെ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ടീം ഇമ്പ്രൂവ് ചെയ്ത് വരിക അല്ലെങ്കിൽ ടീം ബിൽഡ് ചെയ്ത് വരിക എന്നുള്ളത് നോക്കാം. ഒന്ന് ജൗഹരി വിൻഡോ എന്ന് പറയുമ്പോൾ എൻഹാൻസ് ട്രാൻസ്പെറൻസി ബൈ ബാലൻസിങ് വാട്ട് ഐ നോ അബൌട്ട് മൈസെൽഫ് വിത്ത് വാട്ട് അതേഴ്സ് നോ അബൌട്ട് മീ, ഫോസ്റ്ററിങ് ഫീഡ്ബാക്ക്. അതായത് ടീം ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഒരു കൺസെപ്റ്റാണ് ജൗഹരി വിൻഡോ. അതായത് ആ ഒരു ടീമിൽ, ആ ഒരു വിൻഡോയിൽ നോർമലി ഇപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളെ അടുത്തറിയാന്ന് പറയും. ആ ഒരു സ്റ്റേജാണ് ജൗഹരി വിൻഡോ. അതായത് അവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് വാട്ട് ഐ നോ അബൌട്ട് മൈസെൽഫ്, എന്നെക്കുറിച്ച് എന്താണ് എനിക്കറിയാം, അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ, ടീമിലുള്ള മറ്റാളുകൾക്ക് എന്താണ് എന്നെക്കുറിച്ച് അറിയാം. ഇത് തമ്മിലുള്ള ട്രാൻസ്പെറൻസി ഇമ്പ്രൂവ് ചെയ്യിക്കും. അതായത് നമ്മൾ തന്നെ മനസ്സിലാക്കും ഈ ടീമിൽ എന്താണ് എനിക്ക് പ്രോപ്പറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ടീമിലുള്ള മറ്റാളുകൾക്കും ഈ ടീമിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരസ്പരം അങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു ടീം ഫോർമേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ജൗഹരി. പിന്നെ റോൾ നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീമിൽ ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും ഒരു ടീമിൽ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അവർ തമ്മിലുള്ള റോൾസ്, ഇപ്പോൾ ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് റോൾ നെഗോസിയേഷനും, അതെന്താണ് അതിൻ്റെ കൂടെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസും അതിൽ നിന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിഫിക്കേഷനും കൂടെ വരുത്തുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. ഇത് നമ്മളതാണ് ഫോഴ്സ് ഫീൽഡ് അനാലിസിസ്. അതായത് നമ്മൾ ഈ 2 സ്റ്റേജും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെന്താണ് പോസിറ്റീവ് ഫോഴ്സസ്, നമ്മളെ ടീമിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നെഗറ്റീവ് ഫോഴ്സസ് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയെന്ന് പറയും, അല്ലെങ്കിൽ നമ്മളെ ടീമിൻ്റെ വീക്ക്നെസ്സസ് എന്തൊക്കെയാണ്. ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്ത്, നമ്മളെ സ്ട്രെങ്ത് ആയിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സക്സസ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീമിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീക്ക്നെസ് അല്ലെങ്കിൽ ബാരിയേഴ്സ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്തത് അപ്രോപ്രിയേറ്റ് എൻക്വയറി. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഐഡന്റിഫൈങ് ആൻഡ് സ്കെയിലിംഗ് എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത് റാദർ ദാൻ ജസ്റ്റ് ഫിക്സിംഗ് ഡെഫിസിറ്റ്. അതായത് ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മളെ സ്ട്രെങ്ത് എന്താണ്. ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് ടീം തന്നെ ഫോം ചെയ്യാണ്, നമ്മളെ സ്ട്രെങ്ത് ഫോർ എക്സാമ്പിൾ ബോളിംഗ് ആണ്. അപ്പോൾ ബോളിംഗ് ചെയ്യാൻ പറ്റുന്ന നല്ല ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ട്രെയിനിങ് കൊടുത്തിട്ട് ആ സ്ട്രെങ്ത് ഒന്നും കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളൊരു സ്റ്റേജാണ് അപ്രോപ്രിയേറ്റ് എൻക്വയറി എന്ന് പറയുന്നത്.
ജസ്റ്റ് ഡെഫിസിറ്റ് ഫിക്സ് ചെയ്യാന്നതിനപ്പുറം നമ്മുടെ കോർ സ്ട്രെങ്ത് ആണ് എന്താണോ ആ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടീമിനൊന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യിക്കുക. പിന്നെ അടുത്തത് സിമുലേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച്. യൂസിങ് ആർട്ടിഫിഷ്യൽ സെനാരിയോസ് ഓർ ഡാറ്റ ബാക്ക് ആൻഡ് റിഫ്ലക്ഷൻ ടു ലേൺ എഫക്റ്റീവ്. അതായത് ഈ ഒരു സ്റ്റേജെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മളൊരു ഓരോ സെനാരിയോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം എഫക്റ്റീവായിട്ട് നമ്മുടെ ടീമിന് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ സിമുലേറ്റ് ചെയ്തും അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ ചെയ്താലാണ് നമ്മുടെ ടീം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുള്ള റിസർച്ചൊക്കെ നടത്തിയിട്ട് ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് സിമുലേഷൻ ആൻഡ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ടീമിൻ്റെ സക്സസ് ഫോർമുല, അതായത് ഒരു ടീം സക്സസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തേതാണ് ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്. അതായത് ഒരു കമ്പനി ഒരു ടീം ഫോർമുലേറ്റ് ചെയ്തു, അപ്പോൾ ആ കമ്പനിയിൽ നല്ലൊരു ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ സപ്പോർട്ട്, മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ നിന്നുള്ള സപ്പോർട്ട്, അതുപോലെ തന്നെ പ്രോപ്പർ റിവാർഡ് സിസ്റ്റം, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അപ്രിസിയേഷൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നോർമലി ഒരു ടീം നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതൊന്നും അത്രത്തോളം ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ, അത്രത്തോളം എൻവയോൺമെൻറ്റ് അത്ര സ്ട്രോങ് അല്ലാത്ത കമ്പനിയാണെങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ടീമിൻ്റെ പെർഫോമൻസും, ഇനിയിപ്പോൾ ടീമിലുള്ള ആളുകൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ തന്നെ ടീമിൻ്റെ പെർഫോമൻസ് കുറയാനും ചാൻസ് ഉണ്ട്. പിന്നെ ടീം ഡിസൈന് അതുപോലെ തന്നെ ടീമിൻ്റെ ഡിസൈന്, ഒരു ടീമിൽ എത്ര ആളുകളുണ്ട്, അതുപോലെ തന്നെ ആ ടീമിന് കൊടുത്തിട്ടുള്ള വർക്ക് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വർക്കാണോ, ആ ടീമിലുള്ള ആളുകൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ സ്കില്ലും അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ കാര്യങ്ങൾ ആ ടീമിൻ്റെ ഡിസൈനും ആ ടീം എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ടീമിൻ്റെ സക്സസ് ഡിഫൈൻ ചെയ്യും. പിന്നെ ടീം പ്രോസസ്സ്, അതായത് ടീം കൊഹിഷൻ, നമ്മൾ ഒരു ടീം സ്പിരിറ്റ് എന്നൊക്കെ പറയും. ടീം കൊഹിഷൻ എന്ന് പറഞ്ഞൊരു ടീം സ്പിരിറ്റ്, ആ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നോർമലി ടീം സക്സസ് ആവാനും ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം എൻ്റെ ടീം ജയിക്കണം എന്ന് അത്രത്തോളം ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ ഓരോ ആളുകളും ആ ടീമിലുള്ള ഓരോ മെമ്പേഴ്സും വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാനും ആ ടീമിൻ്റെ സക്സസിന് വേണ്ടി വളരെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ടീം കൊഹിഷൻ ഉണ്ടെങ്കിൽ ടീം സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നോംസ് ആൻഡ് റോൾസ്, ഒരു ടീമിൽ ഒരുപാട് ടാസ്കുകൾ ഉണ്ടാവും. അപ്പോൾ ഒരു ടീം എന്തെല്ലാം കാര്യങ്ങളാണ് ഓരോ ടാസ്കും ആരൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തന്നെ അതിനാണ് നമ്മൾ നോംസ് ആൻഡ് റൂൾസ് പറയാം. ഇതുണ്ടെങ്കിൽ തന്നെ ടീം സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ്, ഒരു ടീം നമുക്കറിയാം ഒന്നിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ടീമിൻ്റെ ഇൻസൈഡ് ഉള്ളിൽ കോൺഫ്ലിക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഈ കോൺഫ്ലിക്റ്റ് ഓരോ ആളുകളും ടീമിലുള്ള ഒരു ടീം എത്രത്തോളം എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ ടീം സക്സസ് ആവാനുള്ള ചാൻസും കൂടുതലായിരിക്കും. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഗ്രൂപ്പ് ടീം തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ, ടീം എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ട് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഒരു കോമൺ ഒബ്ജക്റ്റീവ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ ടീം എന്ന് പറയാം. എന്നാൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യണം. അവർ അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കോർപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തോളന്നില്ല. പിന്നെന്താണ് ഒരു ടീം ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജ്? ഫോമിങ്, സ്റ്റോമിങ്, നോമിങ്, പെർഫോമിങ്, അഡ്ജറിങ്. ഇതാണ് ഒരു ടീമിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ്. പിന്നെ ഒരു എഫക്റ്റീവ് വർക്ക് ഫ്രെയിം വർക്ക്, ഗോൾ അച്ചീവ്മെൻറ്റ്, മെമ്പേഴ്സ് വെൽബീയിങ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഇതാണ് ഒരു ടീമിൻ്റെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു വർക്ക് ഫ്രെയിം വർക്ക്. ഇതാണ്. പിന്നെ പോലെ തന്നെ നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഓരോ ടീം ബിൽഡിങ്ങിൻ്റെ ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ എഫക്റ്റീവ്നെസ്, ഒരു ടീമിൻ്റെ എഫക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ടീം സക്സസ് ആവാൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതായത് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു എഫക്റ്റീവ്നെസ്, ഓർഗനൈസേഷണൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ടീം ഡിസൈന്, ടീം പ്രോസസ്സ്. ഈ കാര്യങ്ങളാണ് ഒരു ടീമിൻ്റെ സക്സസ് ഫാക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടീം ബിൽഡിംഗ് എന്നുള്ള ചാപ്റ്ററായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൻ്റേത്. ഈ ചാപ്റ്റർ നമുക്കറിയാം ഇത് കുറച്ചൊരു തിയറി ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഇത് കുറച്ച് ബോറിംഗ് ആയിട്ട് തോന്നും. എന്തായാലും ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.